Students, so the next topic is combinatorial representation of graph. Okay, so നമ്മൾ ഈ ഒരു മൊഡ്യൂളിൽ അടുത്ത് പഠിക്കാൻ പോകുന്ന ടു റെപ്രസെൻറ്റേഷൻ ഓഫ് ഗ്രാഫാണ് കോമ്പിനറ്റോറിയൽ ആൻഡ് ജോമെട്രിക്കൽ റെപ്രസെൻറ്റേഷൻ. ഓക്കെ, അപ്പോൾ അതിൽ കോമ്പിനറ്റോറിയൽ റെപ്രസെൻറ്റേഷൻ നമ്മൾ പഠിച്ച സാധാരണ ബേസിക് ഐഡിയ തന്നെയാണ്, നിങ്ങൾക്ക് അറിയാവുന്ന പോർഷനാണ്. സോ എനി ഗ്രാഫ് എക്സിസ്റ്റ് ആസ് ആൻ അബ്സ്ട്രാക്റ്റ് ഓബ്ജക്റ്റ് ഇറസ്പെക്റ്റീവ് ഓഫ് ഇറ്റ്സ് സൈസ് ആൻഡ് ഷേപ്പ് ഇൻ ഡ്രോയിങ്. നിങ്ങൾക്കറിയാം, ഇപ്പോൾ നമ്മളൊരു ഗ്രാഫ് നമുക്ക് പല രീതിയിൽ പല ഷേപ്പിലും സൈസിലും ഒക്കെ വരയ്ക്കാമെങ്കിൽ പോലും എല്ലാ ഗ്രാഫും എക്സിസ്റ്റ് ചെയ്യുന്നത് ഒരു അബ്സ്ട്രാക്റ്റ് ഓബ്ജക്റ്റ് ആയിട്ടായിരിക്കും. ഓക്കെ, അത്തരത്തിലുള്ള ഒരു റെപ്രസെൻറ്റേഷൻ, ഒരു കോമ്പിനറ്റോറിയൽ അല്ലെങ്കിൽ അബ്സ്ട്രാക്റ്റ് റെപ്രസെൻറ്റേഷൻ, ഒരു ഗ്രാഫിൻ്റെ അബ്സ്ട്രാക്റ്റ് അല്ലെങ്കിൽ കോമ്പിനറ്റോറിയൽ റെപ്രസെൻറ്റേഷൻ എങ്ങനെയാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്? ജി ഇസ് ഈക്വൽ ടു വി കോമ ഇ കോമ ഒരു മാപ്പിംഗ് സിമ്പൽ. ഓക്കെ, ജി എന്ന് പറഞ്ഞാൽ എന്താ? ഗ്രാഫിൻ്റെ പേര്. ക്യാപിറ്റൽ ജി എന്ന് പറഞ്ഞാൽ എന്താ? ഗ്രാഫിൻ്റെ പേര്. വി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം സെറ്റ് ഓഫ് വേർട്ടിസസ്. ഇ എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് എഡ്ജസ്. ദെൻ മാപ്പിംഗ് ഫംഗ്ഷൻ. മാപ്പിംഗ് ഫംഗ്ഷനോട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഞാൻ ഇങ്ങനൊരു ഗ്രാഫ് വരച്ചു. ഇത് V1, ഇത് V2, ഇത് V3, ഇത് എ, ഇത് ബി, ഇത് സി. അപ്പോൾ എ എന്ന് പറയുന്ന എഡ്ജ് എവിടെ നിന്ന് എങ്ങോട്ടാണ് മാപ്പ് ചെയ്യുന്നതാണ്? ഇങ്ങനെ കാണിക്കുവാണെങ്കിൽ V2-ൽ നിന്ന് V1-ലോട്ടാണെന്ന്. ഇങ്ങനെ കൊടുക്കുവാണെങ്കിൽ അർത്ഥം എന്താ? ഈ സിയുടെ അർത്ഥം എന്താ? സി എന്ന് പറയുന്ന എഡ്ജ് V3-ൽ നിന്ന് V1-ലോട്ടാണ്. സോ അതാണ് മാപ്പിംഗ് ഫംഗ്ഷൻ. മാപ്പിംഗ് ഫംഗ്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഈസ് എ മാപ്പിംഗ് ഫ്രം സെറ്റ് ഇ ടു സെറ്റ് വി. എഡ്ജസിൻ്റെ സെറ്റിൽ നിന്ന് വേർട്ടെക്സിൻ്റെ സെറ്റിലോട്ടുള്ള മാപ്പിംഗ് ആണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒരു കോമ്പിനറ്റോറിയൽ, ആ പേര് ഓർത്തോണം, കോമ്പിനറ്റോറിയൽ അല്ലെങ്കിൽ അബ്സ്ട്രാക്റ്റ് റെപ്രസെൻറ്റേഷൻ ഓഫ് ഗ്രാഫ് എങ്ങനെയാണ്? ജി ഇസ് ഈക്വൽ ടു വി കോമ ഇ കോമ സൈ എന്നോ അല്ലെങ്കിൽ മാപ്പിംഗ് ഫംഗ്ഷൻ എന്നോ പറയാം. ഓക്കെ, ബി സെറ്റ് ഓഫ് വേർട്ടിസസ്, സി സെറ്റ് ഓഫ് എഡ്ജസ് ആൻഡ് മാപ്പിംഗ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എഡ്ജസിൽ നിന്ന് വേർട്ടെക്സിലോട്ടുള്ള മാപ്പിംഗ്. ഓക്കെ, സോ ഇവിടെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ തരികയാണ്. വി ഇസ് ഈക്വൽ ടു V1, V2, V3, V4, V5. ഇ ഇസ് ഈക്വൽ ടു ABCDEFG. മാപ്പിംഗ് ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. എ എന്ന് പറയുന്ന എഡ്ജ് V1-ൽ നിന്ന് V5-ലോട്ട്, ബി എന്ന് പറയുന്ന എഡ്ജ് V1-ൽ നിന്ന് V2-ലോട്ട്. അപ്പോൾ നമുക്കിത് എങ്ങനെ വരയ്ക്കാൻ നോക്കാം. ഓക്കെ, സോ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യാം? എ എന്ന് പറയുന്ന എഡ്ജ് V1-ൽ നിന്ന് V5-ലോട്ട്. സോ V1-ൽ നിന്ന് V5-ലോട്ട് എ, V1-ൽ നിന്ന് V2-ലോട്ട് ബി, V1-ൽ നിന്ന് V2-ലോട്ട് ബി, V1-ൽ നിന്ന് V4-ലോട്ട്. സോ നമുക്ക് ഇങ്ങോട്ട് എടുക്കാം. V1-ൽ നിന്ന് V4-ലോട്ട് സി. ഡി എന്ന് പറഞ്ഞാൽ V5-ൽ നിന്ന് V4-ലോട്ട്, V5-ൽ നിന്ന് V4-ലോട്ട് ഡി. കണ്ടോ, ഇങ്ങനെ നമുക്ക് വരച്ചെടുക്കാൻ പറ്റും. പലർക്കും പല ഷേപ്പിലായിരിക്കും കിട്ടുന്നത്, പക്ഷേ എങ്കിൽ തന്നെയും ആ ഡയറക്ഷൻസും കാര്യങ്ങളും ആ എഡ്ജസ് ഏതൊക്കെയാണോ അത് കണക്ട് ചെയ്ത് അങ്ങ് വരച്ചാൽ മതി. സോ ഈ ഒരു നമ്മൾ മുമ്പേ പറഞ്ഞ ഫിഗറിൻ്റെ നമ്മൾ മുമ്പേ പറഞ്ഞ കണ്ടോ, ഫോർ എക്സാമ്പിൾ കണ്ടോ, എ എന്ന് പറഞ്ഞാൽ V1-ൽ നിന്ന് V5-ലോട്ട്. കേട്ടോ, എ എന്ന് പറഞ്ഞാൽ ഇവിടെ V1-ൽ നിന്ന് V5-ലോട്ടാണ്. ബി എന്ന് പറഞ്ഞാൽ V1-ൽ നിന്ന് V2-ലോട്ട്. കേട്ടോ, ബി എന്ന് പറഞ്ഞാൽ V1-ൽ നിന്ന് V2-ലോട്ട്. അങ്ങനെ ഒരു ഫിഗർ നമുക്ക് വരയ്ക്കാനായിട്ട്, ഒരു ഗ്രാഫ് നമുക്ക് വരയ്ക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കോമ്പിനറ്റോറിയൽ അല്ലെങ്കിൽ അബ്സ്ട്രാക്റ്റ് റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത്. വളരെ സിമ്പിളാണ്. ജസ്റ്റ് വെർട്ടെക്സ് നോക്കുക, എഡ്ജസ് നോക്കുക, മാപ്പിംഗ് ഫംഗ്ഷൻ നോക്കുക, അത് നോക്കി ജസ്റ്റ് അങ്ങ് വരച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഇതിനെയാണ് നമ്മൾ കോമ്പിനറ്റോറിയൽ അല്ലെങ്കിൽ എന്തെന്ന് പറയുന്നത്? ദ ആബ്സ്ട്രാക്റ്റ് അല്ലെങ്കിൽ കോമ്പിനറ്റോറിയൽ ഗ്രാഫ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് എക്സാമ്പിൾസ് കൊടുത്തേക്കാണ്. ജി ആൻഡ് ജി ഡാഷ് ആർ ഓൾസോ ജോമെട്രിക് റെപ്രസെൻറ്റേഷൻ ഓഫ് സെയിം അബ്സ്ട്രാക്ട് ഡെഫിനിഷൻ. ഇറ്റ് ക്യാൻ ബി സീൻ ദാറ്റ് ജി, ജി ഡാഷ് ആൻഡ് ജി ഡബിൾ ഡാഷ് ആർ ഐസോമോർഫിക് ടു ഈച്ച് അതർ. സോ നമ്മളിവിടെ ABCDEFG വരെയുണ്ട്, ഇവിടെ ABCDEFG വരെയുണ്ട്, താഴത്തെ പടത്തിൽ ABCDEFG ഉണ്ട്. നിങ്ങൾ നോക്കി അറിയാം, ഇവിടെയും നമുക്ക് 5 വെർട്ടെക്സ് ആണുള്ളത്. ഈ ജി ഡാഷിലും 5 വെർട്ടെക്സ്, ജി ഡബിൾ ഡാഷിലും 5 വെർട്ടെക്സ്. ഇവിടെ ABCDEFG വരെയുണ്ട്. ഇവിടെ ഏറ്റവും മുകളിലത്തെ ഫിഗറിൽ ABCDEFG ഉണ്ട്, താഴെ ABCDEFG ഉണ്ട്. ഇതെല്ലാം ജോമെട്രിക് റെപ്രസെൻറ്റേഷൻസ് ആണെന്ന് പറയാം. കാര്യം എന്താ? ഒന്നിൻ്റെ ഐസോമോർഫിക് ആയിട്ടാണ് വരച്ചിരിക്കുന്നത്. സോ എല്ലായിടത്തും പല ഷേപ്പിൽ വരയ്ക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ എല്ലായിടത്തും വേർട്ടെക്സിൻ്റെയും എഡ്ജസിൻ്റെയും അതുപോലെ തന്നെ മാപ്പിങ്ങും എല്ലാം സെയിം ആണ്. എന്താ വ്യത്യാസം എന്ന് വെച്ചാൽ പല ഷേപ്പിൽ വരയ്ക്കുന്നു. സോ ഇതെല്ലാം എന്താണെന്ന് പറയാം? ജോമെട്രിക്കൽ റെപ്രസെൻറ്റേഷൻ എന്ന് പറയാം. അപ്പോൾ കോമ്പിനറ്റോറിയൽ അല്ലെങ്കിൽ അബ്സ്ട്രാക്ഷൻ റെപ്രസെൻറ്റേഷൻ വെച്ചാൽ ജസ്റ്റ് നിങ്ങൾ തരുന്ന വേർട്ടെക്സും എഡ്ജസും മാപ്പിംഗ് വെച്ചും ചെയ്യുക. ജോമെട്രിക് റെപ്രസെൻറ്റേഷൻ വെച്ചാൽ എന്താ? അതിന് ഐസോമോർഫിക്കായിട്ട് വരയ്ക്കാൻ പറ്റുന്ന എല്ലാ ഗ്രാഫുകളും എന്തായിരിക്കും? ജോമെട്രിക് റെപ്രസെൻറ്റേഷൻസ് ആയിരിക്കും. ഓക്കെ,
ഇത്രയേ ഉള്ളൂ കോമ്പിനറ്റോറിയൽ റെപ്രസെൻറ്റേഷൻ. കോമ്പിനറ്റോറിയൽ ആൻഡ് ജോമെട്രിക് റെപ്രസെൻറ്റേഷൻ എന്ന് പറഞ്ഞ് എങ്ങാനും ചിലപ്പോൾ ചോദിക്കാൻ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അത് വളരെ സിമ്പിളാണ്. ഇവിടെ മെയിൻലി വരുന്ന ഒരു ടോപ്പിക്കാണ് കോമ്പിനറ്റോറിയൽ ഡുവൽ വരയ്ക്കാൻ പറയും. കോമ്പിനറ്റോറിയൽ ആൻഡ് ജോമെട്രിക്കൽ ഡുവൽ വരയ്ക്കാൻ പറയും. കോമ്പിനറ്റോറിയൽ ഡുവൽ അങ്ങനെ ചോദിക്കാറില്ല, ജോമെട്രിക് ഡുവൽ ചോദിക്കാറുണ്ട്. ഓക്കെ, അത് 2-3 സ്റ്റെപ്സ് ഉണ്ട്. അത് വളരെ സിമ്പിളാണ്. അത് നമ്മൾ ഈ ഒരു ടോപ്പിക്ക് പഠിച്ചു കഴിഞ്ഞിട്ട് പഠിക്കും. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ജോമെട്രിക്കൽ ആൻഡ് കോമ്പിനറ്റോറിയൽ റെപ്രസെൻറ്റേഷൻസ് ഓർക്കുക. അത് മാത്രമേ നമ്മൾ ഇതുവരെ പഠിച്ചത്. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക് ഈസ് പ്ലെനാർ ആൻഡ് നോൺ പ്ലെനാർ ഗ്രാഫ്. Very, very important topic. Okay. A graph G is said to be planar if there exists some geometric representation of G which can be drawn on a plane without none of its edges intersecting. So, എന്താണ് ഒരു പ്ലെനാർ ഗ്രാഫ്? ഒരു ഗ്രാഫ് G അതിനെ പ്ലെനാർ എന്ന് പറയണമെങ്കിൽ അതിനൊരു ജോമെട്രിക്കൽ റെപ്രസെൻറ്റേഷൻ ഉണ്ടായിരിക്കണം. എന്താ ജോമെട്രിക്കൽ റെപ്രസെൻറ്റേഷൻ? അതുപോലെ വരയ്ക്കാൻ പറ്റുന്ന ഒരു റെപ്രസെൻറ്റേഷൻ കാണണം. which can be drawn on a plane without none of its edges intersecting. അത് നമുക്കൊരു പ്ലെയിനിൽ വരയ്ക്കാൻ പറ്റണം. കണ്ടീഷൻ എന്താണ്? അവിടെ ഒരു എഡ്ജസും ക്രോസ് ഓവർ ചെയ്യാൻ പാടില്ല. നിങ്ങൾ ഇത്ര മാത്രം പഠിച്ചാൽ മതി. പ്ലെനാർ ഗ്രാഫ് എന്ന് പറഞ്ഞാൽ എഡ്ജസ് ക്രോസ് ഓവർ ആവാത്ത, എഡ്ജസ് തമ്മിൽ കൂട്ടിമുട്ടാത്ത ഗ്രാഫുകളെയാണ് പ്ലെനാർ ഗ്രാഫ് എന്ന് പറയുന്നത്. ഈ ഡെഫിനിഷൻ ഒന്നും ഓർത്തില്ലെങ്കിലും ഈ ഒരു കോൺസെപ്റ്റ് അറിഞ്ഞിരിക്കണം. എ ഗ്രാഫ് G is said to be planar if it can be drawn on a plane without none of its edges intersecting. A graph is said to be planar if there exist some geometric representations of G and which can be drawn on a plane without none of its edges intersecting. ഇതിനെയാണ് നമ്മൾ പ്ലെനാർ ഗ്രാഫ് എന്ന് പറയുന്നത്. ഓക്കെ, എ ഗ്രാഫ് ദാറ്റ് കനോട്ട് ബി ഡ്രോൺ ഓൺ എ പ്ലെയിൻ വിത്തൗട്ട് എഡ്ജസ് ക്രോസിംഗ് ഓവർ ഈസ് കോൾഡ് നോൺ പ്ലെനാർ ഗ്രാഫ്. എഡ്ജസ് ഒക്കെ ക്രോസ് ഓവർ ആകാതെ നമുക്കങ്ങനെ വരയ്ക്കാൻ പറ്റാത്ത ഗ്രാഫുകളെയാണ് നോൺ പ്ലെനാർ എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? എഡ്ജസ് ക്രോസ് ഓവർ ചെയ്യാൻ പറ്റാതെ പ്ലെയിന് വരയ്ക്കാൻ പറ്റാത്ത ഗ്രാഫുകളെ നമ്മൾ എന്തെന്ന് പറയും? മുമ്പത്തെ ഡെഫിനിഷൻ ജസ്റ്റ് ഓപ്പോസിറ്റ്, നോൺ പ്ലെനാർ ഗ്രാഫ് എന്ന് പറയും. സോ നിങ്ങൾ നോക്കിയാൽ ജസ്റ്റ് സിംപ്ലി നിങ്ങളുടെ ലോജിക്ക് വെച്ച് നോക്കിയാൽ ഗ്രാഫ് ജിയും കൊടുത്തിട്ടുണ്ട്, അവിടെ എച്ചും കൊടുത്തിട്ടുണ്ട്. ജി എന്ന് പറയുന്ന ഗ്രാഫ് പ്ലെനാറാണ്, എച്ച് പ്ലെനാർ അല്ല. നോക്കിക്ക് എന്താ കാര്യം? ഇവിടെ ഏതെങ്കിലും എഡ്ജസ് ക്രോസ് ഓവർ ആവുന്നുണ്ടോ? എന്നിട്ട് ഇവിടെ ഒരെണ്ണം, അതുകൊണ്ട് ഇവിടെ ഒരെണ്ണം, ഇവിടെ ഒരെണ്ണം, ഇവിടെ 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 എങ്ങും ക്രോസ് ഓവർ ആവുന്നില്ല. നേരെ മറിച്ച് ഇവിടെ കണ്ടോ, ഇവിടെയും തമ്മിൽ ക്രോസ് ഓവർ ആവുന്നുണ്ട്. സോ നമുക്ക് പറയാൻ പറ്റും ജി പ്ലെനാറാണ്. ജി ക്രോസ് ഓവർ ഒന്നും ചെയ്യാത്തതുകൊണ്ട് ജി പ്ലെനാറാണ്. എച്ച് എന്തല്ല? പ്ലെനാർ അല്ല. കാര്യം അവിടെ എഡ്ജസ് ക്രോസ് ഓവറായി പോകുന്നുണ്ട്. ഓക്കെ, ഇതാണ് ഒരു ബേസിക് ഐഡിയ. ഈസ് ദ ഗ്രാഫ് ജി എ പ്ലെനാർ ഗ്രാഫ്? നിങ്ങൾക്ക് അവിടെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചേക്കാണ്. ജി എന്ന് പറയുന്ന ഒരു ഗ്രാഫ് തന്നിട്ടുണ്ട്. ഇതാണ് ജി എന്ന് പറയുന്ന ഒരു ഗ്രാഫ് ഇതാ തന്നിരിക്കുന്നു. ഇത് പ്ലെനാർ ആണോ അല്ലയോ എന്ന്? ഇത് പ്ലെനാർ ആണ്. കാര്യം നിങ്ങൾക്കൊരു ഗ്രാഫ് തന്നാൽ ജസ്റ്റ് ഗ്രാഫിൽ മാത്രം നോക്കി ക്രോസ് കിടപ്പുണ്ടെങ്കിൽ ഉടനെ പ്ലെനാർ അല്ല എന്ന് പറയാൻ പറ്റില്ല. അത് നിങ്ങളൊന്ന് എടുത്ത് വരച്ച് നോക്കണം. ക്രോസ് ഓവർ ചെയ്യാതെ വരയ്ക്കാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ടോ എന്ന് നോക്കണം. അങ്ങനെ കിട്ടുവാണെങ്കിൽ, എന്നുവെച്ചാൽ ക്രോസ് ഓവർ ആവാതെ നിങ്ങൾക്ക് വരയ്ക്കാൻ പറ്റുവാണെങ്കിലും അതെന്താണ്? പ്ലെനാറാണ്. മനസ്സിലാവുന്നുണ്ടോ? ജസ്റ്റ് ഒരു ഫിഗർ ഉണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇങ്ങനൊരു ഫിഗർ കണ്ടു, ഉടനെ പറയുക ഇത് പ്ലെനാറാണ്, ഇത് പ്ലെനാറല്ല എന്ന് നിങ്ങൾ ഒറ്റയടിക്ക് വിധി എഴുതാൻ പറ്റത്തില്ല. നമ്മൾ എന്ത് ചെയ്ത് നോക്കണം? അതിനെ ഒന്ന് വരച്ച് നോക്കണം. വരച്ച് വേറെ രീതിയിൽ വരയ്ക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കണം. അങ്ങനെ നോക്കുമ്പം വരയ്ക്കാൻ പറ്റുന്നുണ്ട് എങ്കിൽ അതെന്താണ്? പ്ലെനാറാണ്. ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഈ പറഞ്ഞ നമുക്ക് ഈ എക്സാമ്പിൾ തന്നെ എടുക്കാം. ഇതേണ്ടേ, ഇങ്ങനെയല്ലേ ഇരിക്കുന്നത്? ഇത് 1, ഇത് 2, ഇത് 3, ഇത് 4, എ ബി സി ഡി ഇ എഫ്. ദേ ഞാനത് ഇങ്ങനെ വരച്ചു. ഇനി ഇങ്ങനെയും കൂടെ വരയ്ക്കുമ്പോഴല്ലോ ക്രോസ് ഓവർ ആവുന്നേ. ഇതിങ്ങനെ വരയ്ക്കാതെ ഇങ്ങനെ വരയ്ക്കുന്നു. അപ്പോഴും നമ്മുടെ വേർട്ടെക്സിന് വല്ല മാറ്റം ഉണ്ടോ? എഡ്ജസിന് 1 2 3 4. ഇത് ബി, ഇത് എ, ഇത് സി, ഇത് ഡി, ഇത് ഇ, എഫ് ഇതാടക്കുന്നു. മാറ്റമുണ്ടോ? ഇല്ല. നമ്മൾ മുമ്പേ പറഞ്ഞ എല്ലാ വേർട്ടെക്സും എഡ്ജസും ഇപ്പോഴും ഉണ്ട്. നമ്മൾ മാറ്റി വരച്ച് നോക്കി, ഇല്ലേ? ക്രോസ് ഓവർ ആവാത്ത രീതി നമ്മൾ പുറത്തൂടെ വരച്ച് നോക്കി, അപ്പോൾ നടന്നു. അപ്പോൾ എന്താണിത്? പ്ലെനാറാണ്. സോ ജസ്റ്റ് ഫിഗർ കണ്ടുകൊണ്ട് മാത്രം, ഫിഗറിലൊരു ക്രോസ് ഓവർ കിടപ്പുണ്ടെന്ന് പറഞ്ഞ് മാത്രം നമുക്കത് എന്ത് ചെയ്യാൻ പറ്റില്ല? പ്ലെനാർ അല്ല എന്ന് പറയാൻ പറ്റില്ല. ജസ്റ്റ് എന്ത് ചെയ്യണം? അതിനെ ഒന്ന്
ഡ്രോ ചെയ്ത് നോക്കണം. ഡ്രോ ചെയ്ത് നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ വരയ്ക്കുമ്പോൾ ക്രോസ് ഓവർ ആവാതെ കിട്ടുന്നുണ്ടെങ്കിൽ തീർച്ചയായും എന്താണ്, പ്ലനാറാണ്. സോ ദിസ് ഗ്രാഫ് ജി ഈസ് പ്ലനാർ ബിക്കോസ് ഇറ്റ് ക്യാൻ ബി റീഡ്രോൺ വിത്തൗട്ട് നൺ ഓഫ് ഇസ് എഡ്ജസ് ഇൻ്റർസെക്റ്റിംഗ്. എഡ്ജസ് ഒന്നും ഇൻ്റർസെക്റ്റ് ചെയ്യാൻ പറ്റാതെ നമുക്കിത് വരയ്ക്കാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് ഇതെന്താണ്, പ്ലനാറാണ്. ഓക്കെ. സോ a drawing of a geometric representation of a graph on any surface without edges intersecting is called embedding. അടുത്ത ഒരു ടേമാണ് embedding. A drawing of a geometric representation of a graph. ഒരു ഗ്രാഫ്, ആ ഗ്രാഫിൻ്റെ ഒരു ജോമെട്രിക് റെപ്രസെൻറ്റേഷൻ അത് വരയ്ക്കുക. എവിടെ വരയ്ക്കുന്നത്? ഏതൊരു സർഫസിൽ വിത്തൗട്ട് എഡ്ജസ് ഇൻ്റർസെക്റ്റ്. എഡ്ജസ് ഇൻ്റർസെക്റ്റ് ചെയ്യാതെ ഒരു സർഫസിൽ ഒരു ഗ്രാഫിൻ്റെ ജോമെട്രിക് റെപ്രസെൻറ്റേഷൻ വരയ്ക്കാൻ പറ്റുമെങ്കിൽ ആ പ്രോസസ്സിന് പറയുന്ന പേരാണ് എംബഡിങ്. ഓക്കെ, എന്താണ് എംബഡിങ്? അപ്പോൾ എന്തിന് മാത്രമേ എംബഡിങ് കാണൂ? പ്ലനാർ ഗ്രാഫിന് മാത്രമേ എംബഡിങ് കാണൂ. ക്രോസ് ഓവർ ആവാതെ വരയ്ക്കാൻ പറ്റുന്ന പ്ലനാർ ഗ്രാഫല്ല. പ്ലനാർ ഗ്രാഫിന് മാത്രമായിരിക്കും എംബഡിങ് പ്രോപ്പർട്ടി ഉള്ളത്. സച്ച് ആൻ എംബഡിങ് ഓഫ് എ പ്ലനാർ ഗ്രാഫ് ജി ഓൺ എ പ്ലെയിൻ ഈസ് കോൾഡ് പ്ലെയിൻ റെപ്രസെൻറ്റേഷൻ. അങ്ങനെ ഒരു പ്ലെയിനകത്ത് ഒരു പ്ലനാർ ഗ്രാഫ് വരയ്ക്കാൻ പറ്റുന്ന ആ എംബഡിങ് പ്രോസസ്സിന് പറയുന്ന പേരാണിത് പ്ലെയിൻ റെപ്രസെൻറ്റേഷൻ. നിങ്ങൾ ജസ്റ്റ് എംബഡിങ് എന്തെന്ന് മാത്രം ഒന്ന് ഓർത്തിരുന്നാൽ മതി. ഓക്കെ, മെയിൻലി നമുക്ക് വേണ്ടത് പ്ലനാർ ഗ്രാഫിൻ്റെ പ്രോപ്പർട്ടീസാണ്. ഓക്കെ, സോ ജി ഇസ് എ പ്ലനാർ ഗ്രാഫ്. നമ്മൾ മുമ്പേ നോക്കിയതാണ് ഈ സെയിം ഗ്രാഫ്. ജി പ്ലനാർ ഗ്രാഫാണ്. ബട്ട് ഇറ്റ് ഈസ് നോട്ട് ആൻ എംബഡിങ് ആസ് സം ഓഫ് ഹിസ് എഡ്ജസ് ക്രോസസ് ഓവർ അതേഴ്സ്. സോ ജി ഒരു പ്ലനാർ ഗ്രാഫാണ്, പക്ഷേ ഇതെന്തല്ല, എംബഡിങ് അല്ല. ആസ് സം ഓഫ് ഹിസ് എഡ്ജസ് ക്രോസ് ഓവർ അതേഴ്സ്, വേറെ ജി ഡാഷ് ഈസ് ആൻ എംബഡിങ്. അതായത് നമ്മൾ അതിൻ്റെ ഒരു റെപ്രസെൻറ്റേഷൻ എടുത്ത് വരച്ച് കഴിഞ്ഞിട്ട് വെച്ചാൽ ഫോർ എക്സാമ്പിൾ ജി എന്ന് പറയുന്ന ഗ്രാഫ് അത് നമുക്ക് പ്ലനാറാണ് നമുക്കറിയാം. കാര്യം എപ്പോഴാണ് നമുക്ക് പ്ലനാറായിട്ട് തോന്നിയത്? അതിനെ ഒന്ന് എടുത്ത് വരച്ച് നോക്കി, അപ്പോഴാണ് നമുക്ക് മനസ്സിലായത് അല്ലേ. അപ്പോൾ അതുകൊണ്ട് ആ വരച്ച് കിട്ടുന്ന സാധനത്തെ നമുക്ക് എന്തെന്ന് പറയാം, വരച്ച് കിട്ടുന്ന പടത്തെ നമുക്ക് എന്തെന്ന് പറയാം, എംബഡിങ് എന്ന് പറയാം. അല്ല ജസ്റ്റ് ഒരു ഗ്രാഫ് ക്രോസ് ഓവറായിട്ട് ഡയറക്റ്റ് എന്നിട്ട് കഴിഞ്ഞാൽ പറയും അത് നമുക്ക് എംബഡിങ് എന്ന് പറയാൻ പറ്റില്ല. ഓക്കെ, അതിൻ്റെ ഒരു റെപ്രസെൻറ്റേഷൻ വരച്ച് നോക്കി കുറേ എണ്ണം വരച്ച് നോക്കുമ്പോഴായിരിക്കും നമുക്ക് ചിലപ്പോൾ ഏതെങ്കിലും ഒരെണ്ണം ആ ക്രോസ് ഓവർ അല്ലാതെ കിട്ടുന്നത്. അതിനെയാണ് നമ്മളെന്തെന്ന് പറയുന്നത്, എംബഡിങ് എന്ന് പറയാം. ഓക്കെ, ജി ഈസ് എ പ്ലനാർ ഗ്രാഫ് ബട്ട് ഇറ്റ്സ് നോട്ട് ആൻ എംബഡിങ് ആസ് സം ഓഫ് ഇറ്റ്സ് എഡ്ജസ് ക്രോസ് ഓവർ അതേഴ്സ്. ജസ്റ്റ് വെറുതെ നോക്കുമ്പോൾ ജി എന്ന് പറയുന്ന ഗ്രാഫ് നമുക്ക് പ്ലനാറായിട്ട് കിട്ടും. എപ്പോഴാണ് ഒത്തിരി എണ്ണം വരച്ച് നോക്കി കഴിഞ്ഞപ്പോഴാണ് നമുക്ക് ഇങ്ങനെ എഫ് എന്ന് പറഞ്ഞ എഡ്ജ് ഇങ്ങനെ ബാക്കിൽ കൂടെ നമ്മൾ പുറത്തുകൂടെ കൊടുത്തു അല്ലേ, ബൗണ്ടറിയുടെ പുറത്തുകൂടെ കൊടുത്തു ചെയ്തപ്പോൾ നമുക്ക് കിട്ടി. സോ അതിനെ നമുക്ക് എംബഡിങ് എന്ന് പറയാം. അല്ലാതെ ഒറ്റ നോട്ടത്തിൽ നമുക്ക് ഗ്രാഫ് ചെയ്ത് തന്നു കഴിഞ്ഞാൽ നമ്മളെന്ന് പറയും ഡയറക്റ്റ് തന്നെ അവിടെ എഡ്ജ് ക്രോസ് ഓവറായിട്ട് കിടപ്പുണ്ട്, അപ്പോൾ നമുക്ക് എംബഡിങ് എന്ന് പറയാനായിട്ട് പറ്റില്ല. ഓക്കെ, ഫോർ എ ഗ്രാഫ് ടു ബി പ്ലെനാർ ദർ മസ്റ്റ് ബി അറ്റ് ലീസ്റ്റ് വൺ ജോമെട്രിക് റെപ്രസെൻറ്റേഷൻ ദാറ്റ് ഈസ് ആൻ എംബഡിങ്. ദാറ്റ് ഈസ് വി മസ്റ്റ് ബി ഏബിൾ ടു ഡ്രോ ദ ഗ്രാഫ് വിത്തൗട്ട് ഇറ്റ്സ് എഡ്ജസ് ഇൻ്റർസെക്റ്റിംഗ്. ഓക്കെ, the graph G is non-planar as we are not able to draw an embedding. നിങ്ങൾ ആ ജി എന്ന് പറയുന്ന ഗ്രാഫ് നോക്കി, നിങ്ങൾ ഇഷ്ടമുള്ള രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയൊക്കെ വരച്ച് നോക്ക്, നിങ്ങൾക്ക് ഒരിക്കലും ക്രോസ് ഓവർ ആവാതെ വരയ്ക്കാൻ പറ്റില്ല. അവിടെ ഇവിടെ തന്നെ ഞാൻ രണ്ടെണ്ണം വരച്ച് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അല്ല നമ്മൾ മുമ്പത്തെ പടം ഇതിനെ മാറ്റി ഇത് ഇങ്ങനെയൊക്കെ വരച്ചില്ലേ, അതുപോലെ ഈ ഗ്രാഫ് ഇപ്പോൾ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു ഗ്രാഫാണ്. അതാണ്ടേ ഇങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് വരച്ച് നോക്കണം. ഓക്കെ, നിങ്ങൾ വെറുതെ പെൻസിൽ വെച്ച് ജസ്റ്റ് ഒന്ന് ഡ്രോ ചെയ്തൊക്കെ നോക്കുക, നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, എവിടെയെങ്കിലും ക്രോസ് ഓവർ ഉണ്ട്. ഇവിടെ തന്നെ വേണ്ടേ, ഇവിടെ ക്രോസ് ഓവറായി, ഇവിടുത്തെ കേസ് ഇവിടെ ക്രോസ് ഓവറായി. അപ്പോൾ ഇങ്ങനെ ഒരിക്കലും ക്രോസ് ഓവർ ആവരുത്. ഇങ്ങനെ പോയി ക്രോസ് ഓവർ ചെയ്യാത്ത ഗ്രാഫിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, പ്ലനാർ ഗ്രാഫ്. അപ്പോൾ ഇവിടെ രണ്ട് ഗ്രാഫിലും രണ്ട് സൈഡിലായിട്ട് ക്രോസ് ആവുന്നുണ്ട്. അപ്പോൾ അതെന്തല്ല, പ്ലനാർ ഗ്രാഫ് അല്ല, നോൺ പ്ലനാറാണ്. ഓക്കെ, ഇവിടെ കാണിച്ചിട്ടുണ്ട്. സോ ഇങ്ങനെ പ്ലനാർ ഗ്രാഫിൻ്റെ സ്റ്റഡിയൊക്കെ നടന്ന സമയത്ത് ദ പോളിഷ് മാത്തമാറ്റീഷ്യൻ കസിമിർ കുറാട്ടോസ്കി രണ്ട് നോൺ പ്ലനാർ ഗ്രാഫ് കണ്ടുപിടിച്ചു. അപ്പം അദ്ദേഹം സ്റ്റഡി ചെയ്തപ്പോൾ രണ്ട് ടൈപ്പ് ഓഫ് ഗ്രാഫ് എങ്ങനെ ചെയ്താലും അത് നോൺ പ്ലനാർ ആയിരിക്കുമെന്ന് അദ്ദേഹം കണ്ടെത്തി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിലാണ് ആ ഗ്രാഫ് അറിയപ്പെടുന്നത്, കുറാട്ടോസ്കി ടു നോൺ പ്ലനാർ ഗ്രാഫ്. കുറാട്ടോസ്കി എന്ന് പറയുന്ന മാത്തമാറ്റീഷ്യൻ്റെ കണ്ടുപിടിച്ച രണ്ട് നോൺ പ്ലനാർ ഗ്രാഫാണ്. നിങ്ങൾ ഈ
ഈ ഗ്രാഫ്, ഈ പറയുന്ന 2 നോൺ പ്ലാനാർ ഗ്രാഫ് നിങ്ങളത് എങ്ങനെയൊക്കെ വരച്ചാലും നിങ്ങൾക്ക് ഇൻ്റർസെക്റ്റ് ചെയ്തത് കിട്ടും. അല്ലാതെ നിങ്ങൾക്ക് ഒരിക്കലും അത് പ്ലാനാറാക്കി വരയ്ക്കാൻ പറ്റത്തില്ല. ഓക്കെ, അത് അദ്ദേഹത്തിൻ്റെ സ്റ്റഡിയിൽ കണ്ടെത്തിയ കാര്യമാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇനി നിങ്ങൾ അടുത്ത ടോപ്പിക്കിൽ ഒരു ഗ്രാഫ് വന്നിട്ട് പ്ലാനാർ ആണോ എന്ന് കണ്ടുപിടിക്കാൻ ചോദിക്കുമ്പോൾ നിങ്ങൾ എവിടെയെങ്കിലും വന്നിട്ട് ഈ കുറാട്ടോസ്കിയിൽ വന്നെത്തും. അപ്പോൾ നിങ്ങൾ പറയും കുറാട്ടോസ്കി ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്, ഇത് നോൺ പ്ലാനാർ ആണ്, സോ നമ്മുടെ ഗ്രാഫും കുറാട്ടോസ്കിയുടെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു, സോ പ്ലാനാർ അല്ല എന്നൊക്കെ പറയുന്ന ഒരു രീതി വരും. അത് അടുത്ത ടോപ്പിക്കാണ്. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ ആദ്യം പഠിക്കണം, എന്താണ് കുറാട്ടോസ്കി നോൺ പ്ലാനാർ ഗ്രാഫ്. അപ്പോൾ കുറാട്ടോസ്കി എന്ന് പറയുന്ന മാത്തമാറ്റീഷ്യൻ 2 ഗ്രാഫുകളെ നോൺ പ്ലാനാർ ആണെന്ന് പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അത് ഏതൊക്കെയാണ്? ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ബൈ ഹാർട്ട് ചെയ്തോണം. ഒന്ന്, കംപ്ലീറ്റ് ഗ്രാഫ് വിത്ത് 5 വെർട്ടെക്സ്, 5 വെർട്ടെക്സ് ഉള്ള ഒരു കംപ്ലീറ്റ് ഗ്രാഫ്. എന്താ കംപ്ലീറ്റ് ഗ്രാഫ് എന്ന് വെച്ചാൽ, ഒരു വെർട്ടെക്സിൽ നിന്ന് ബാക്കി എല്ലാ വെർട്ടെക്സിലോട്ടും എഡ്ജസ് ഉണ്ടെങ്കിൽ അതിന് പറയുന്ന പേരാണെന്ത്? കംപ്ലീറ്റ് ഗ്രാഫ്. ഒരു വെർട്ടെക്സിൽ നിന്ന് ബാക്കി എല്ലാ വെർട്ടെക്സിലോട്ടും എഡ്ജസ് ഉണ്ടെങ്കിൽ അതിന് പറയുന്ന പേരാണെന്ത്? കംപ്ലീറ്റ് ഗ്രാഫ്. ദെൻ ബൈപാർട്ടേറ്റ് ഗ്രാഫ് വിത്ത് 6 വെർട്ടെക്സ്, 6 വെർട്ടെക്സ് ഉള്ള ഒരു ബൈപാർട്ടേറ്റ് ഗ്രാഫ്. എന്ത് ബൈപാർട്ടേറ്റ്? 2 പാർട്ടായിട്ട് വരയ്ക്കുന്ന ഗ്രാഫ്. 6 വെർട്ടെക്സ് എന്ന് പറയുമ്പോൾ ബൈപാർട്ട് ചെയ്യുമ്പോൾ എത്ര വരും? 3 3. അപ്പോൾ ഒരു ഗ്രാഫ് എടുത്തു കഴിഞ്ഞാൽ ഒരിടത്ത് 3 വെർട്ടെക്സ്, ഒരിടത്ത് 3 വെർട്ടെക്സ്, അങ്ങനെ വരുന്ന ഗ്രാഫും. അതുപോലെ തന്നെ കംപ്ലീറ്റ് ഗ്രാഫ് വിത്ത്, അവിടെ കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട്, കംപ്ലീറ്റ് ഗ്രാഫ് വിത്ത് 5 വെർട്ടെക്സ്, 5 വെർട്ടെക്സ് വരുന്ന ഒരു കംപ്ലീറ്റ് ഗ്രാഫും ബൈപാർട്ടേറ്റ് ഗ്രാഫ് വിത്ത് 6 വെർട്ടെക്സും, K33 എന്ന് പറയുന്നത്. ഓക്കെ, അത് രണ്ടും ഉറപ്പായിട്ടും എന്തായിരിക്കും? നോൺ പ്ലാനാർ ആയിരിക്കും. അപ്പോൾ ഒന്ന് പറഞ്ഞു നോക്കിയേ, കംപ്ലീറ്റ് ഗ്രാഫ് വിത്ത് 5 വെർട്ടെക്സ് ആൻഡ് ബൈപാർട്ടേറ്റ് ഗ്രാഫ് വിത്ത് 6 വെർട്ടെക്സ് ഈസ് ഓൾവേസ് നോൺ പ്ലാനാർ. ഇതാരാ കണ്ടുപിടിച്ചേ? കസിമിർ കുറാട്ടോസ്കി. അതുകൊണ്ടാണ് കുറാട്ടോസ്കീസ് 2 നോൺ പ്ലാനാർ ഗ്രാഫ് എന്ന് പേര് വന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഇതൊക്കെ നിങ്ങൾ വിട്ടേക്കാം, നമുക്ക് ഗ്രാഫ് നോക്കാം. ഒരു 5 വെർട്ടെക്സ് ഉള്ള ഒരു കംപ്ലീറ്റ് ഗ്രാഫാണ് വരയ്ക്കാൻ പോകുന്നത്. നിങ്ങളിതൊക്കെ വിട്ടേക്കാം. ഒരു കംപ്ലീറ്റ് ഗ്രാഫ് 5 വെർട്ടെക്സ് ആണ് അല്ലേ? 1 2 3 4 5. കംപ്ലീറ്റ് ആയോ? 1 നിന്ന് എല്ലായിടത്തോട്ടും ആയോ? 2 നിന്ന് എല്ലായിടത്തോട്ടും ആയോ നോക്കും. 3 നിന്ന് എല്ലായിടത്തോട്ടും ആയി, 4 നിന്ന് എല്ലായിടത്തോട്ടും ആയി. നമുക്കൊന്ന് വരച്ച് നോക്കാം. ഓക്കെ, നമ്മൾ വരയ്ക്കുമ്പോൾ നമുക്ക് ആദ്യം 5 എണ്ണം ഒന്ന് വരയ്ക്കാം. 1 2 3 4 5. നമ്മുടെ എയിം എന്തോ? ഇത് വരച്ച് കിട്ടണം. ഈ എല്ലാ 5 വെർട്ടെക്സിൽ നിന്ന് എല്ലായിടത്തോട്ടും എഡ്ജസ് കൊടുക്കണം, പക്ഷേ ക്രോസ് ഓവർ ആവാൻ പാടില്ല. ഇപ്പോൾ 1 നിന്ന് 2 1 നിന്ന് 3 1 നിന്ന് 4 1 നിന്ന് 5 അപ്പോൾ 1ൻ്റെ പ്രശ്നമെല്ലാം തീർന്നു. 1 കംപ്ലീറ്റ് ആയി. എങ്ങനെ? 1 നിന്ന് 2 3 4 5 ആയി. ഇനി 2 നോക്കാം. 2 നിന്ന് 1 2 നിന്ന് 3 2 നിന്ന് 4 ഇങ്ങനെ വരച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ വരച്ച് കഴിഞ്ഞാൽ എന്താവും? ക്രോസ് ഓവർ ആവും. അപ്പോൾ നമുക്ക് ഇങ്ങനെ വരയ്ക്കാം. അപ്പോൾ 2 4 അടുത്ത് 2 നിന്ന് 5 കൊടുക്കുന്ന നേരെ കൊടുക്കാം, പക്ഷേ ക്രോസ് ഓവർ ആവും. അപ്പോൾ നമുക്കത് ഇങ്ങനെ കൊടുക്കാം. അതും കഴിഞ്ഞു. ഇനി 3 നോക്കുക. 3 നിന്ന് 1 ഓൾറെഡി ഉണ്ട്, 3 നിന്ന് 2 ഉണ്ട്, 3 നിന്ന് 4 ഉണ്ട്, 3 നിന്ന് 5 നമുക്ക് ഇങ്ങനെ വരയ്ക്കാം. കണ്ടോ? ക്രോസ് ഓവർ ആവത്തില്ല. അതും വരച്ചു. അപ്പോൾ 3യുടെ കഴിഞ്ഞു. 4 നിന്ന് 1 ഉണ്ട്, 4 നിന്ന് 2 ഇല്ല. അപ്പോൾ 4 നിന്ന് 2 ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ 4 നിന്ന് 5 ഉണ്ട്, 5 നിന്ന് 1 ഉണ്ട്, 5 നിന്ന് 2 വരച്ചാൽ നമ്മൾ വേണമെങ്കിൽ ഇങ്ങനെ വരയ്ക്കാം. 5 നിന്ന് 2 ഇങ്ങനെ വരയ്ക്കാം. 5 നിന്ന് 2 ഇങ്ങനെ വരയ്ക്കാം. പക്ഷേ 4 നിന്ന് 2 ഇതുവരെ വരച്ചില്ലേ? 4 നിന്ന് 2 ഇത് ഇങ്ങനെ വരച്ചാലും എല്ലാം ഒന്നും ഇവിടെ ക്രോസ് ആവും, അല്ലെങ്കിൽ ഇവിടെ ക്രോസ് ആവും. കണ്ടോ? സോ അതുകൊണ്ട് പറ്റത്തില്ല. അപ്പോൾ നിങ്ങളിത് ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും. നിങ്ങൾ തന്നെ പെൻസിലും പേനയും എടുത്ത്, പെൻസിലും പേനയല്ല, സ്കെയിലൊന്നും വേണ്ട, പെൻസിൽ എടുക്കുക, റബ്ബറും എടുക്കുക, എന്നിട്ട് ആദ്യം ഒരു 5 വെർട്ടെക്സ് ഉള്ള ഒരു കംപ്ലീറ്റ് ഗ്രാഫ് വരയ്ക്കുക. അതാണ്ടേ 1 2 3 4 5 1